Hello guys, welcome back to our channel Glimpse of Joma. So, ഇന്ന് നമ്മൾ again ഒരു sweet recipe ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഹൽവയുടെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഹൽവയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കപ്പിൽ 2.5 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് മട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് നമ്മുടെ കോഴിക്കോട്ടയും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് വേണ്ടത് പഞ്ചസാരയാണ്. അത് നമുക്ക് ആവശ്യാനുസരണം ഇടാം. ഇപ്പോൾ 1/2 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. അത് നമ്മുടെ പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതൊരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളറാണ്. ഫുഡ് കളർ നിർബന്ധമില്ല, അതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ ആ കളർ കിട്ടുന്നതായിരിക്കും. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ആവശ്യമുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് നെയ്യും ആവശ്യമുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു കപ്പ് ഇതുപോലത്തെ കപ്പിലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാതും ആ അളവിന് തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് ചെറിയൊരു പ്രശ്നം പറ്റും. നമുക്ക് ആദ്യം തന്നെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ടിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി മൊത്തം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടിയില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കട്ടിയില്ലാണ്ട് കിട്ടില്ല. നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം കട്ടിയില്ലാണ്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ ഇടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കട്ടിയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കി യോജിപ്പിക്കുന്നത്. നമുക്ക് ഹാൻഡ് വിസ്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയും വേഗത്തിൽ തന്നെ അത് മിക്സ് ചെയ്ത് കിട്ടും. നമ്മൾ നന്നായിട്ട് ഈ അരിപ്പൊടിയും കഞ്ഞിവെള്ളമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ടിയൊന്നും ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ പോകാം. ഇനി നമുക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്ത് പോകാം. സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സ് കഞ്ഞിവെള്ളത്തിൻ്റെ അരിപ്പൊടിയുടെ മിക്സ് അരിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും റോസ്റ്റ് ചെയ്ത് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഫുഡ് കളറ്, ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞത് ഒന്നുകൂടിയും കുറച്ചൊരു വെള്ളം പോലെ ആവും. അത് വീണ്ടും നമ്മൾ ഒന്ന് വറ്റിച്ചെടുക്കണം. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഇതാക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ ഹൽവയുടെ അത്ര നെയ്യ് നമുക്ക് ഈ ഹൽവയിലേക്ക് ആവശ്യമില്ല. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സ്റ്റേജിൽ 1 സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ കുറച്ച് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. നമ്മുടെ ഹൽവ അതാ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വലിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹൽവയുടെ മിക്സ് ഇങ്ങനെ വരുന്നില്ലേ, അതുപോലെ പാത്രത്തിൽ നന്നായിട്ട് വിട്ട് വെക്കണം. ഈ സ്റ്റേജിലാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെർവിങ് ബൗൾ നമ്മളിവിടെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓയിൽ വെച്ചിട്ടും ഗ്രീസ് ചെയ്യാം, നെയ്യ് വെച്ചിട്ടും ഗ്രീസ് ചെയ്യാം. നമ്മളിവിടെ നെയ്യ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഡീമോൾഡ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ടോപ്പ് പോർഷനിലായിട്ട് വരും. നമ്മൾ കുറച്ച് സൈഡിലേക്കൊക്കെ വരുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹൽവ ഇതിലേക്ക് ആഡ് ചെയ്യാം.
നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് ടോപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് തടവുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിത് ലെവൽ ചെയ്യുമ്പോൾ സ്പൂണുമ്പോൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാണ്ട് നമുക്ക് കിട്ടും. നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള നട്ട്സ് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ടൈം. അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് അരമണിക്കൂറിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏറെക്കുറെ ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ബാക്കിയുള്ള നട്ട്സും കൂടിയും ഇതിൽ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കഞ്ഞിവെള്ളം ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ, ടേക്ക് കെയർ.